എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വൈശാഖകാലമാണ്, കൊട്ടിയൂർ തീർത്ഥാടന കാലമാണ്. മഹാദേവനെക്കുറിച്ച് കൂടി പറയാതെ വൈശാഖകാലം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മഹാദേവൻ എന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ തന്നെ സർവ്വതിൻ്റെയും ഗുരുനാഥനായിട്ടുള്ളൊരു മൂർത്തിയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ വിദ്യകളുണ്ടോ അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ ആത്യന്തികമായിട്ട് ശിവനാണ്. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ എന്നുള്ളൊരു ശ്ലോകമുണ്ട്. ശിവനെ തൊട്ടാണ് ഗുരുനാഥന്മാരെ കൂട്ടുക. ആദ്യത്തെ ഗുരുനാഥൻ ശിവനാണ്. അതുകൊണ്ട് തന്നെ സർവ്വവിദ്യകളും അദ്ദേഹത്തിൽ നിന്നുണ്ടായതാണ് എന്നാണ് വിശ്വാസം. അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള വിദ്യയാണ് ഈ ആയുധ വിദ്യ. അതുപോലും ഉണ്ടായിട്ടുള്ളത് ഭഗവാൻ മഹാദേവനിൽ നിന്നാണത്രേ. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങൾ ഭഗവാൻ ഇത്തിരി പ്രിയം കൂടുതലാണ്. എപ്പോഴും ഭഗവാനെ ഈ തൃശൂലമില്ലാണ്ട് പലപ്പോഴും സങ്കല്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള പല ആളുകളുമുണ്ട്. എന്തായാലും ഇന്നത്തെ അധ്യായത്തിൽ ഭഗവാൻ മഹാദേവൻ്റെ വിശേഷപ്പെട്ട ചില തിരുവായുധങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭഗവാന്റെ മുതിരേരി വാളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊരു തിരുവായുധമായിരുന്നു അല്ലേ? അതുപോലെ ഭഗവാൻ സദാ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാം. അല്പസമയം അതിനെക്കുറിച്ച് വിചാരം ചെയ്യാം. ശിവൻ എന്നുള്ള ഒരു പദം ഞാൻ ഉച്ചരിക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വരുന്നത് ഈ പുലിത്തോല് ധരിച്ച് നീലകണ്ഠനായിട്ട് ത്രിപുണ്ഡം ധരിച്ച് ഗംഗയെ ശിരസിൽ ധരിച്ചുകൊണ്ട് തൃശൂലം കയ്യിൽ ധരിച്ച് നിൽക്കുന്ന ഒരു ഭഗവാനെയാണ് എപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കുക. ഭഗവാന്റെ തൃശൂലം അത്രയധികം പ്രശസ്തമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ തൃശൂലം പിടിച്ചു നിൽക്കുന്ന ഒരാൾ എന്നുള്ള സങ്കല്പം തന്നെ പലർക്കും ഉണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ തൃശൂലം? അതിനെ വിളിക്കുക പിനാകം എന്നാണ്. അതാണ് ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ആയുധം. പിനാകധാരിയാണ് ഭഗവാൻ. പിനാകിനെ എന്ന് ശിവനെ വിളിക്കാറുണ്ട്. പിനാകം എന്ന് വിളിക്കപ്പെടുന്ന തൃശൂലാണത്രേ ഭഗവാൻ സദാ തൻ്റെ കയ്യിൽ ആയുധമായിട്ട് ധരിക്കുന്നത്. എന്താണ് ഈ പിനാകം? മഹാത്മാക്കൾ വ്യാഖ്യാനിക്കാറുണ്ട്. പിനാകം 7 നിറമുള്ള ഒരു സർപ്പാണത്രേ. ആ സർപ്പാണത്രേ ഭഗവാന്റെ ആയുധങ്ങളായിട്ട് മാറിക്കൊണ്ടേയിരിക്കാറുള്ളത്. ആ പിനാകം തന്നെയാണ് തൃശൂലം. ആ തൃശൂലത്തിൻ്റെ 3 അഗ്രഭാഗങ്ങൾ ഭഗവാൻ തൻ്റെ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ആത്യന്തികമായിട്ട് ഗുണാതീതനായിട്ടുള്ള ബ്രഹ്മഭാവമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതിൻ്റെ 3ൻ്റെയും അപ്പുറത്താണ് ഞാൻ എന്നുള്ള ഭാവമാണത്രേ ഭഗവാൻ ഈ തൃശൂലം ധരിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത്. ഭഗവാന് ഈ ഒരു തൃശൂലം മാത്രമല്ല ഭഗവാന്റെ ആയുധമായിട്ടുള്ളത്. ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള 2 ആയുധങ്ങളാണ് ഭഗവാന്റെ ത്രയംബകം എന്ന് വിളിക്കപ്പെടുന്ന വില്ലും പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന അസ്ത്രവും. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 2 ആയുധങ്ങളാണെന്നാണ് പറയുക, ത്രയംബകവും പാശുപതവും. ത്രയംബകം എന്ന് പറയുന്ന വില്ല് അത് നമുക്ക് വളരെയധികം സുപരിചിതമാണ്. പണ്ട് മഹാവിഷ്ണുവായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്ത സമയത്ത് വൈഷ്ണവചാപം ആയിരുന്നത്രേ വിഷ്ണുവിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ശൈവചാപമായിട്ടുള്ള ത്രയംബകമാണ് മഹാദേവന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ആ ത്രയംബകം എന്ന് പറയുന്ന വില്ലാണ് പിന്നീട് മഹാദേവൻ തൻ്റെ ഭക്തനായിട്ടുള്ള ജനകരാജാവിന്, എന്ന് വെച്ചാൽ മിഥില എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തെ രാജാക്കന്മാരുടെ പേരാണ് ജനകൻ എന്നുള്ളത്. ആ ജനകരാജാവിന് കൊടുക്കുന്നത്. ആ ജനകരാജാവിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന ക്ഷീരധ്വജൻ എന്ന് വിളിക്കപ്പെടുന്ന ജനകനാണ് സീതാദേവിയുടെ പിതാവിൻ്റെ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. ആ ത്രയംബകം എന്ന് പറയുന്ന വില്ലൊടിച്ചാണ് ഭഗവാൻ ശ്രീരാമസ്വാമി സീതാദേവിയെ വീഴ്ക്കുന്നത്. അപ്പം ആ ത്രയംബകം എന്ന് പറയുന്ന വില്ല് രാമായണത്തിൻ്റെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്, ഭഗവാന്റെ തിരുവായുധമാണ്. 2 പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ആ അസ്ത്രം അത് രാമായണമായിട്ടല്ല, അത് മഹാഭാരതമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ പാശുപതാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഹാദേവനെ അർജുനൻ വനവാസക്കാലത്ത് തപസ് ചെയ്യുന്നത്. ഭഗവാൻ കിരാതമൂർത്തിയുടെ ഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും ആ പാശുപതാസ്ത്രം പാർത്ഥന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിനാകം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ശൂലം, ത്രയംബകം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ കയ്യിലുള്ള ധനുസ്, പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ കയ്യിലുള്ള അസ്ത്രം തീർന്നില്ല. ഭഗവാന്റെ കയ്യിൽ വളരെ വിശേഷപ്പെട്ടൊരു വാളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മുതിരേരി വാളിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ അതിൻ്റെ അതേ ആകൃതി തന്നെ ഏകദേശം വരുന്നൊരു വാള് സദാസമയം ഭഗവാൻ കയ്യിൽ കൊണ്ട് നടക്കാറുണ്ടെന്നാണ്. അതിൻ്റെ പേര് മറ്റൊന്നും തന്നെയല്ല, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചന്ദ്രഹാസം എന്ന് വിളിക്കപ്പെടുന്ന വാള്. ചന്ദ്രഹാസം എന്നുള്ള വാക്കിൽ നിന്ന് നമുക്കറിയാം
ചന്ദ്രൻ്റെ ഹാസം എന്ന് വെച്ചാൽ ചന്ദ്രൻ ചിരിക്കുമ്പോഴുള്ള ആകൃതി. അതുകൊണ്ട് തന്നെ അതിന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നെല്ല് കൊയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കൊടുവാളിൻ്റെ ആകൃതിയാണെന്ന് പറയുക. ഈ റാ എന്നുള്ള അക്ഷരത്തിൻ്റെ ആകൃതിയോട് കൂടിയിട്ടുള്ള വാൾ, അതാണ് ചന്ദ്രഹാസം. ആ ചന്ദ്രഹാസമാണ് ഭഗവാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന് കൈലാസം എടുത്ത് ഉയർത്തി കാണിച്ചപ്പോൾ സമ്മാനമായിട്ട് കൊടുത്തത് സാക്ഷാൽ രാവണന്. ആ ചന്ദ്രഹാസം കൊണ്ടാണ് ജടായു എന്ന് വിളിക്കപ്പെടുന്ന പക്ഷിയുടെ ചിറക് സീതാപഹരണ സമയത്ത് രാവണൻ വെട്ടിവീഴ്ത്തുന്നത്. അവിടെയും മഹാദേവൻ്റെ ഒരു തിരുവായുധത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ കൈകളിൽ ധരിക്കുന്ന ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആയുധങ്ങളിൽ ഒന്നാണ് പരശു. ഖണ്ഡപരശു എന്നാണ് വിളിക്കുക, പകുതി ഛേദിക്കപ്പെട്ടിട്ടുള്ള പരശു. അതിൽ ഒരു പരശു ഭഗവാൻ സ്വയം കയ്യിൽ ധരിച്ചിട്ടുണ്ട്. ഒരു പരശുവാണത്രേ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള പരശുരാമസ്വാമിക്ക് ഭഗവാൻ കൊടുത്തത്. ആ പരശുവിന് 2 അഗ്രങ്ങളുണ്ടായിരുന്നു, അത് ഛേദിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അതിനെ ഖണ്ഡപരശു എന്ന് വിളിക്കുന്നതെന്ന് പറയും. അങ്ങനെയുള്ള ഭഗവാന്റെ ആയുധങ്ങളുണ്ട്. ഇനി ഭഗവാൻ കയ്യിൽ കൊണ്ട് നടക്കാത്ത ആയുധമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒന്നാണ് ഭഗവാന്റെ 3ാമത്തെ കണ്ണ്, തൃക്കണ്ണ് എന്ന് വിളിക്കുന്നു നമ്മൾ, അല്ലേ? അത് തുറന്നു കഴിഞ്ഞാൽ ആ കാലാഗ്നിയിൽ പെട്ട് പ്രപഞ്ചം മുഴുവൻ ഇല്ലാണ്ടാവുന്നതാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ അതെന്താണെന്ന് ഇവിടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഭഗവാന്റെ 3ാമത്തെ കണ്ണിനെ പലർക്കും ഭയമാണ്. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയാൽ സർവ്വതും ചാമ്പലാവും എന്നാണ് പറയുക. ആത്യന്തികമായിട്ട് ഭഗവാന്റെ 3ാമത്തെ കണ്ണ് അറിവാണ്, ജ്ഞാനമാണ്. ജ്ഞാനദൃഷ്ടിയിൽ ഭഗവാൻ നോക്കുന്ന സമയത്ത് താൻ കാണുന്നതും താനും ഒന്നാണെന്നുള്ള ഭാവം ഭഗവാൻ ഉണ്ടാവുകയും ആ നോക്കിയ വസ്തുവിൻ്റെ വ്യക്തിത്വം ഇല്ലാണ്ടാവും ചെയ്യുന്നു എന്നുള്ളതാണ് തൃക്കണ്ണിൻ്റെ പ്രത്യേകത. അല്ലാതെ ഭഗവാൻ ഇങ്ങനെ ഒരാളെ കത്തിക്കുക എന്ന് മാത്രമല്ല കാണേണ്ടത്. കാമദേവനെ ഭഗവാൻ തൻ്റെ അറിവാകുന്ന കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ കാമദേവനിൽ പോലും ഭഗവാൻ കണ്ടത് ശിവനെയാണ്. അതുകൊണ്ട് ശിവൻ എന്നുള്ള ഭാവം മാത്രം അവശേഷിക്കുകയും കാമൻ എന്നുള്ള ഭാവം ഭസ്മായി തീരുകയും ചെയ്തു എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ആ തിരുവായുധങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഭഗവാന്റെ ആ കൊട്ടിയൂരപ്പൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഈ ആരാധനാകാലത്ത് കൊട്ടിയൂർ ചെന്ന് ഭഗവാനെ കാണാൻ സാധിക്കുന്ന ആളുകൾക്കൊക്കെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധിക്കാത്ത ആളുകൾ ഒരു തവണയെങ്കിലും ഈ വൈശാഖ കാലത്ത് ഭഗവാന്റെ പഞ്ചാക്ഷരം നമഃശിവായ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് ആ കൊട്ടിയൂരപ്പനെ സ്മരിക്കാൻ സമയം കണ്ടെത്തണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു കഥയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.